എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലുള്ള ഒരു വീടിലാണുള്ളത്. ഒരു വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതമെന്ന് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മളെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അങ്ങനെ അവിചാരിതമായി ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ട മോഹനൻ കരിപ്പത്ത് എന്ന് പറയുന്ന ഒരു സംരംഭകന്റെ അടുത്താണ്, ജീവിതത്തെ ധീരതയോട് നേരിട്ട ഒരാളുടെ അടുത്താണ് പച്ചവെളിച്ചമുള്ളത്. അദ്ദേഹം ഒരു അപകടം അദ്ദേഹത്തെ അരക്ക് താഴെ തളർത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയും ആ അവസ്ഥ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു അപകടത്തെ തുടർന്നുണ്ടായി. അറിയാലോ, നമുക്ക് ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് അനുഭവിച്ചറിയുന്നവർക്കും മാത്രമേ അറിയൂ. അതുപോലെ തന്നെ അവരെ അടുത്തറിയുന്നവർക്കും മാത്രമേ അറിയൂ. അങ്ങനെയുള്ള മോഹനൻ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അതിലൊന്നും തളരാതെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുടകളും അതുപോലെ തന്നെ പേപ്പർ പെന്നുകളും നിർമ്മിക്കുകയാണ്. നമ്മൾക്കറിയാം, മഴയൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഇത് രണ്ടും നമ്മളെ പെന്നുകൾ നമുക്ക് ദൈനംദിനമായിട്ട് ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് കുടകളും അതുപോലെ തന്നെ പെന്നുകളും വാങ്ങിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാവണം, നമ്മുടെ നാട്ടുകാർ തയ്യാറാവണം, അതുപോലെ തന്നെ സ്കൂളുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാവണം. കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മളെ നാടിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് മോഹനാട്ടിന് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ എന്ന് തേടാം. അദ്ദേഹത്തിന്റെ സംരംഭത്തെ പരിചയപ്പെടാം. എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട് മോനേട്ടാ. മോനേട്ടൻ പച്ചവെളിച്ചത്തിനൊരു പ്രേക്ഷകൻ കൂടിയാണ്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ യോജിപ്പും വിയോജിപ്പും ഒക്കെ നല്ല രീതിയിൽ പറയുന്ന ഒരാളും കൂടിയാണ്. അതാണ് നമ്മൾ ഇഷ്ടം. എല്ലാം പച്ചവെളിച്ചം പറയുന്ന എല്ലാം ശരിയാണ് എന്ന ഒരു അഭിപ്രായം, വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ കൃത്യമായി വിമർശിക്കുന്ന ഒരാളാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ തമ്മിൽ പരസ്പരം ചില കമന്റുകൾ പരസ്പരം പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ആളുകളെ, അത് മോഹനാട്ടൻ എന്റെ പ്രേക്ഷകനായതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളോട് സഞ്ചരിക്കണം, അവരോട് ഐക്യപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്താണ് മോഹനാട്ടന് ഒരു അപകടം, മോഹനാട്ടന് വരുത്തിയ മാറ്റം എന്താണ്? എങ്ങനെയാണ് അപകടം പറ്റിയ എന്താണ്? ഇത് 2016 ഞാൻ എൻ്റെ വീട്ടിൻ്റെ മേലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറിയ സമയത്ത് കാല് സ്ലിപ്പായിട്ട് വീണുപോയതാണ്. വീണുപോയി, നട്ടലിന് പരിക്ക് പറ്റി, മംഗലാപുരത്ത് സർജറി ചെയ്തു. ഒരു കൊല്ലത്തോളം പരിയാരം വലിയൊരു ഹോസ്പിറ്റൽ വരെ എത്തി ചികിത്സ തുടർന്നു. വീൽ ചെയറിൽ ഇരിക്കാനേ പറ്റൂ. അതായത് വേറെ എണീച്ച് നടക്കാൻ അരക്കതായ ചലനശേഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇപ്പം എൻ്റെ ജീവിത മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട, സീസൺ ടൈമിന് കുടയും പേപ്പർ പേന ഉണ്ടാക്കലാണ് എന്നോട് പ്രധാന വരുമാനം. പിന്നെ കിട്ടുന്നൊരു പെൻഷൻ ഉണ്ട്, ചെറിയൊരു പെൻഷൻ ഉണ്ട്. മുമ്പ് ഇത് അപകടം പറ്റുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ വയസ്സിന്റെ പ്രശ്നത്തിന് മുകളിൽ ഞാൻ സ്ഥിരപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് വലിയ ആനുകൂല്യമൊന്നും കിട്ടിയില്ല. പിന്നെ സ്ഥിരപ്പെടുത്തിയതുമില്ല. പിന്നെ രാഷ്ട്രീയം മാറി വന്ന് ആടെ പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ സ്ഥിരപ്പെടുത്തിയതുമില്ല. അവിടെ തുച്ഛമായ ചെറിയ ശമ്പളത്തിന് വന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അപകടം പറ്റിയത് 2016. 2020 സർവീസിന് പിരിഞ്ഞു. അവിടെ ആ EPF പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1500 താഴെ കിട്ടുന്നുണ്ട്. അത്രയും പെൻഷൻ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. തരത്തിലാവില്ല. കുടുംബം എങ്ങനെ? കുടുംബത്തിന്റെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, ആയിരിക്കില്ല. 2 മക്കളുണ്ട്. മോൻ ഇക്കൊല്ലം ഡിഗ്രി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. മകള് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. കുട്ടിയാണ്. മൂത്ത കുട്ടി. അവള് MRCD സ്കൂളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ശരി. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഭിന്നശേഷിയുള്ള അതിൽ പെടുന്ന കുട്ടിയാണ് അല്ലെ? അത് ശരി. അതൊക്കെ വലിയ അതിന്റെ കൂടെ ആ കുരുവിന്റെ കൂടെയാണ് അതാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു ഉണ്ടല്ലോ, നമ്മളൊരു ശ്രദ്ധ അത്യാവശ്യമുള്ള കുട്ടിയാണ്.
അങ്ങനെയാണ്. ഓ അത് അറിയില്ല കേട്ടോ. അതോടുകൂടിയാണ് കൂലിന്മ കുരു. അല്ല അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വലിയൊരു ഉത്തരവാദിത്തല്ലേ അല്ലെ? അതന്നെ വേറെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പച്ചവിളിച്ച ആ രീതിയിൽ തന്നെ അതിനെ കാണുന്നതാണ്. അത് വേറെ രീതി പറയാം, നമുക്ക് അതിലേക്ക് കടക്കാതെ. ഇപ്പം എങ്ങനെയാ, എന്തൊക്കെയാണ്, എങ്ങനെയാ വരുമാനമൊക്കെ ഉണ്ടോ? വരുമാനം വെച്ച് കഴിഞ്ഞാല് കൊട കുറച്ച് പോകും സീസണില്. പേന മുമ്പ് കിളിയെന്നിൽ എടുക്കലുണ്ടായിരുന്നു. നമ്മൾ ഗവൺമെന്റ് സാമ്പത്തിക പ്രശ്നം തോന്നുന്നു കിളിയെന്ന് ഇപ്പൊ എടുക്കൽ കുറഞ്ഞു. അത് ശരി, തന്നെ പറയാം. ഇല്ല എന്ന് പറയാം അല്ലെ? ഇതെങ്ങനെയാണ് ആക്കുന്നത്? എങ്ങനെയാണ്, എന്തിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? ഇത് റീഫില്ലർ മാത്രം പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് റീഫില്ലർ മാത്രം. ബാക്കിയെല്ലാം പേപ്പറിനെ കൊണ്ടാക്കും. പേപ്പറാണ്. അതെ അല്ലേ? ഇപ്പൊ പെട്ടെന്ന് ആക്കാൻ പറ്റുമോ? ഓ നമുക്ക് നോക്കാലോ. കണ്ടില്ലേ മോനാട്ടൻ, കണ്ടില്ലേ? നമുക്കൊക്കെ ചെയ്യാം കാര്യങ്ങൾ. മോനാട്ടം കണ്ടില്ലേ? അല്ല, ഒരു റീഫില്ലർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉണ്ടാക്കുക. നമുക്ക് നോക്കാം. തത്സമയം തന്നെ കോവിഡിന് മുമ്പെല്ലാം ഒരുപാട് നാട്ടിലെ ഈ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തും അങ്ങനെല്ലാം പേന കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം മൊത്തത്തിൽ നാട്ടിലൊരു സാമ്പത്തിക പ്രശ്നവും. അല്ല, എന്നാലും സമ്മേളനം നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സഹായിക്കാലോ വേണമെങ്കിൽ വിചാരിച്ചാൽ. ഇവിടുത്തെ സംഘടനകൾക്ക് സഹായിക്കാം. അതെ, സ്കൂൾ വിനോദ് കുമാർ മനേരി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്കൂളുകളിൽ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സഹായം വേണം. നിങ്ങൾ വിചാരിച്ചാല് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന തളിപ്പറമ്പിലൊക്കെ ആ മേഖലയിലൊക്കെ ചെയ്യാം. അതാ കണ്ടില്ല, എത്ര എളുപ്പത്തിൽ ഒരു എത്ര പൈസക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? 8 രൂപക്കാണ് സാധാരണ കൊടുക്കുന്നത്. ശരി. അതൊക്കെ അതെ, ഒരു 8 രൂപക്ക് ഒരു പെന്ന് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എടുക്കുന്ന സമയത്ത് സഹായിക്കണ്ടില്ലേ? അങ്ങനെയുള്ള ഒരു അല്ലെ റീഫില്ലർ അടക്കം അതിന് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? ടോപ്പ് കണ്ടോ നിങ്ങൾ? എല്ലാം പേപ്പർ, ഫുൾ പേപ്പർ അല്ലെ? റീഫില്ലർ മാത്രം പ്ലാസ്റ്റിക്. അത് നിങ്ങൾ മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നു അല്ലെ? ഇത് ഇതിങ്ങനെ ഒരു ദിവസം എത്ര മോനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? ഇതൊക്കെ പേന ഒരു 100 പേന ഉണ്ടാക്കാം. 100 പേന ഉണ്ടാക്കും. കൊട എങ്ങനെയാണ്? കൊട എങ്ങനെയാണ് മെറ്റീരിയൽ എവിടെ നിന്ന് വാങ്ങിക്കുന്നത്? കൊട കോഴിക്കോട്, തൃശ്ശൂർ അവിടെ അവിടെ. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് കൊടയാക്കി അതിന് പേരൊന്നും കണ്ടോ നിങ്ങളെ? ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൊട കമ്പനികളോ? കമ്പനിക്കാർ നമ്മളോട് വാങ്ങിക്കൂല. ഇല്ല. ഇത് ചില നമ്മള് സന്നദ്ധ പ്രവർത്തകര് പിന്നെ ചില കോംപ്ലിമെന്റ് കൊടുക്കുന്നവരെല്ലാം നമ്മൾക്ക് കുട വാങ്ങിച്ചിട്ട് അവരെ പേരുള്ളിൽ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരി. ചില ആൾക്കാർ കഴിഞ്ഞ കൊല്ലം രാമന്തളിയിൽ ഒരു കുടുംബം, അവര് ഒരു റെസിഡൻസ് അസോസിയേഷൻ, അവര് കുറച്ച് കുട വാങ്ങിച്ചിരുന്നു. അവരെ പേര് അതിന്റെ ഉള്ളിൽ അടിക്കും. അതേപോലെ ഇവിടെ മടത്തമ്പടിയിനടുക്കില്ല റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. അഡ്വക്കേറ്റ് നാരായണ നായർ അസോസിയേഷൻ അവരും കഴിഞ്ഞ കൊല്ലം അതിന്റെ അടുത്ത കൊല്ലം കുറച്ച് കുട വാങ്ങിയിരുന്നു. അവരെ പേര് നമ്മളെ കുടയൊക്കെ ഉള്ളിലടിക്കും. നിങ്ങൾ തന്നെ അടിച്ചു കൊടുക്കും? അത് സ്ക്രീൻ പ്രിന്റ് കൊടുക്കും അല്ലെ? ഇപ്പൊ അവർക്ക് ചിലര് 50 കോടേന്റെ മേലുണ്ടെങ്കിൽ മാത്രമേ സ്ക്രീൻ പ്രിന്റ് അടിച്ചാൽ മുതലാവില്ല. അല്ലെങ്കിൽ വലിയ പൈസ കിട്ടും. ഒരു 10 കൊടുക്കൊന്നും അടിക്കാൻ വെച്ചാൽ വലിയ പൈസ. ഇപ്പം നമ്മള് കൊടക്ക് എത്ര പൈസ വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ? നമ്മൾ ഏറ്റവും ക്വാളിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പൊ സാധാരണ കറുപ്പ് കൊടക്ക് ഇക്കൊല്ലം വാങ്ങിക്കുന്നത് 400 രൂപയാണ്. പിന്നെ കളറാകുമ്പോൾ 410, പ്രിന്റ് ആകുമ്പോൾ 430. പ്രിന്റ് അടിച്ചു കൊടുക്കുന്നത് 430. അല്ലല്ല, ഈ കൊടക്കന്റെ പ്രിന്റ് ഉണ്ട് ചിത്രങ്ങളിലുണ്ട്. അങ്ങനെയുള്ള അതിന്റെ സാമ്പിളിൽ ഒന്ന് കാണിച്ചു. ഞാൻ ശ്രദ്ധിച്ചു. 330 ഇതല്ലേ? ഇങ്ങനെ ഇതിന് ഇപ്പൊ എത്ര പൈസയാന്ന് പറയുന്നത്? 330 കുട്ടികളെ കൊട. നല്ല ക്വാളിറ്റിയിലെ കൊട തന്നെയാണല്ലേ? നല്ല കൊടയാട്ടോ. എങ്ങനെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല കൊടയെല്ലാണ് നമ്മളെ കണ്ടില്ലേ? നമ്മളിതാ ഇതൊക്കെ ഒരാൾ ഉണ്ടാക്കുന്ന കൊടയാണ്. ഇതിനെല്ലാം നല്ല പുതിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഉണ്ടല്ലേ? സ്പൈഡർമാൻ അത് ഉണ്ട്. ഉണ്ടോ? കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് അവർക്കറിയാലോ. ഇതെല്ലാം സാധാരണ എല്ലാം ഉണ്ട് അല്ലെ? ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉണ്ട്? ഇപ്പം ഇല്ല. കുറച്ച് സ്റ്റോക്ക് ഒക്കെ ഉണ്ട് അല്ലെ? കാലം കൊടിയുണ്ട്. കാലം കൊടൊക്കെ എത്ര പൈസയാന്ന്? 550. നമ്മള് അറിയാം ആൾക്കാർക്ക് പല ടൈപ്പുള്ള കുട്ടികൾക്ക് പറ്റുന്ന കൊടയുണ്ട്,
അതുപോലെ തന്നെ അവരുടെ ഇഷ്ട കഥാപാത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത അതൊക്കെ ഉള്ള കൊടയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രായമുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ പുതിയ മോഡേൺ പിന്നെ ആൾക്കാർക്കുള്ള കാലുള്ള കൊടയുണ്ട്. അതുപോലെ തന്നെ ഫോൾഡ് കൊടകളുണ്ട്. അങ്ങനെയുള്ള കൊടകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ല? അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പിന്നെ മോനോട്ടന്റെ ശാരീരിക സ്ഥിതി ഇപ്പൊ നിലവിൽ എങ്ങനെയാണ്? പ്രശ്നമൊന്നുമില്ല, മാറ്റമൊന്നും വരൂല. അവര് 2 കൊല്ലം കഴിഞ്ഞാൽ വലിയ 2 കൊല്ലം വരെ മാറ്റം വരുന്നുണ്ടെങ്കിൽ വരും. ഇപ്പൊ 5-8 കൊല്ലായില്ലേ? ഇപ്പൊ 8 കൊല്ലത്തോളായി. ഇതിനോട് പൊരുത്തപ്പെട്ടു. ജീവിതം ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റൂല. നമുക്ക് ബെഡ്സോർബ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ വലിയ അപകടത്തിൽപ്പെടുത്തി. ഇപ്പൊ ഞാൻ ആദ്യം ബുദ്ധിമുട്ട് അങ്ങനെ സർജറിയോടുകൂടി ബെഡ്സോർബ് വന്നിട്ട് 1 കൊല്ലത്തോളം എന്നോട് ബുദ്ധിമുട്ട്. പരിഹാരത്തിന് 2 പ്രാവശ്യം സർജറി 2 പേരായി. അതിന് ശേഷം ഞാൻ പിന്നെ ഹസൻ വെല്ലൂർക്ക് ഇത് വന്നതുകൊണ്ട് വെല്ലൂരിൽ പോയി ചെയ്തു. വെല്ലൂർ പോയി ഫിസിയോതെറാപ്പി ചെയ്തു. അതുപോലെ ഈ ബെഡ്സോർബിന്റെ സർജറി ചെയ്തു. അവിടെ നിന്നാണ് അത് പോയത്. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മണിക്കൂർ ഇരിക്കുമ്പോൾ പോലും കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ബാധിക്കും. പ്രശ്നമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടിന്റെ അടുക്ക് നിന്നാണ് പൊതുവേ ഉണ്ട്. അതുകൂടാതെ ഇതിന്റെ ഈ രോഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു ഇതുണ്ട് അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് അതിനെ അങ്ങനെ അതിന്റെ അടുക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ മലമൂത്ര അതിന്റെ എല്ലാം ബുദ്ധിമുട്ട് തന്നെ. എല്ലാം ബുദ്ധിമുട്ട്. ഇവരുടെ അതാണ് ഇതിന്റെ കാര്യങ്ങള്. പിന്നെ മോനട്ടാ അതെ കണ്ടില്ലേ? അതാ അടിപൊളി കണ്ടില്ലേ? കൊടകള് നോക്കണം നമ്മൾക്ക് കടകളിലൊക്കെ പോകുന്ന ആൾക്കാര്, നമ്മുടെ നാട്ടുകാർ, ഈ ചുറ്റുപാടുള്ള ആൾക്കാർ വിചാരിച്ചാൽ തന്നെ നമുക്ക് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കുടകളാണ്. കണ്ടോ? നല്ല ഭംഗിയുള്ള കുടകളാണ്. അടിപൊളി കുടയാണ്. നമ്മളെ വീട്ടിലെ ആൾക്കാരും കൂട്ടിയിട്ട് വരാം കേട്ടാ മോനേട്ടാ. നമ്മളെ വീട്ടിലും കുട വേണം, പെണ്ണെല്ലാം വേണം, കുട വാങ്ങിക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ കൂട്ടിയിട്ട് മക്കളാണ്. മൂത്താൾ 8ാം ക്ലാസ് പഠിക്കുന്നു, ചെറിയ ആള് 3ാം ക്ലാസ് പഠിക്കുന്നു. അവർക്കും കുട വേണം. അന്നേരം ഞാൻ കൂട്ടിയിട്ട് വരാം കേട്ടോ, ഫാമിലി ആയിട്ട് വരാം. ഇത് കണ്ടു നിങ്ങൾ, മനോഹരമായ കുടകളാണ്, അതിമനോഹരമായ കുടകള്. ഗ്യാരണ്ടി പച്ച വെളിച്ചം തന്നെയാണ് ഗ്യാരണ്ടി. കാരണം അതിലൊരു തർക്കം വേണ്ട. മുമ്പ് ഇവിടുന്ന് മേടിച്ച അവരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അവരാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ടൈപ്പ് നമ്മളെ മോഡേൺ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള കുടകളുണ്ട്. നമ്മള് പരമാവധി, കാരണം എന്ന് വെച്ചാൽ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ശാരീരികമായ സ്ഥിതിക്ക് ഇടക്ക് വെച്ച് എത്രത്തോളം കുട ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് സീസൺ ആവുമ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ, എങ്ങനെയുള്ള സംരംഭകരുടെ കൂടെ പിന്നെ സഞ്ചരിക്കാൻ അവർക്ക് കൈത്താങ്ങാവാനുള്ള ഉത്തരവാദിത്വം സാമൂഹികമായിട്ട് നമുക്കുണ്ട്. ഇന്ന് പിന്നെ അവരാണെങ്കിൽ നാളെ ആരുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് കാരണം അധ്യാപകന്മാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഒരു സംരംഭകനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന്റെ അത്തരം പിന്നെ ഒരു മാനസികാവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇത് തന്നെ പ്രചോദനപരമാണ്. മറ്റുള്ള ഇത്തരം സാഹചര്യത്തിലൂടെ ജീവിക്കുന്നവർക്കും പ്രചോദനകരമാണ് എന്നതാണ് പച്ചവെളിച്ചത്തിന് കാണുന്നത്. ഈ സംരംഭകരെ ഇദ്ദേഹത്തിന്റെ കൊടയും പെന്നും വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ നാട് തയ്യാറാവണം. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ രീതിയിലുള്ള ജീവിതത്തിൽ ഇത്തരം അപകടങ്ങൾ വന്ന് ഈ രീതിയിലാവുന്ന മറ്റുള്ളവർക്കും പ്രചോദനമാണ് മോഹനാട്ടൻ എന്നുള്ള രീതിയിൽ, ആ ഒരു ഐക്കൺ എന്ന രീതിയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തയ്യാറാവണം. ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു സന്ദേശവും, അതുപോലെ തന്നെ ഈ ജീവിതം നമ്മൾക്ക് പല രീതിയിൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു സന്ദേശവും പ്രേക്ഷകർക്കും സമൂഹത്തിനും കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉള്ള മാധ്യമം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇത്തരക്കാർക്ക് ജീവിക്കാൻ അവസരമുണ്ട്. അവർക്കുള്ള പിന്നെ അവസരങ്ങള് അവരുടെ കൂടെ സഞ്ചരിക്കാൻ സമൂഹം തയ്യാറാവണം. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവണം എന്നാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. ഇതുവരെ നാട്ടുകാരും ഇങ്ങനെ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെ സഹായം, അവരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോയത്. കാരണം എന്തായാലും ഒരു 10-500 കൂടെ ഒരു മാസം ഒരു കൊല്ലം വിൽക്കാറുണ്ട്. അത് കാരണം ഞാൻ പരിയാരത്തിൽ ഒരിക്കലും പരിയാരത്തിന് ഇപ്പൊ നല്ലൊരു സഹായം കിട്ടുന്നുണ്ട്. പല ആൾ വിളിക്കും. പിന്നെ അവിടെ തന്നെ നമ്മളെ 2-3 പഴയ ജീവനക്കാർ നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് അവർ അവിടെ കുട വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ട് അവർ കളക്ട് ചെയ്ത്, അവർ പൈസ കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. അവിടെ ഇല്ലവർ ഒരുപാട് ആള്
ഉണ്ട്. ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാരും നല്ലോണം വാങ്ങിക്കുന്നുണ്ട് കുട എന്റെ കുടയാണ്. ഉണ്ട് ഉണ്ട്. കാരണം കുട എന്ന് പറയുന്നത് മോനാട്ടിന്റെ കുട എന്ന് അവരോട് പറഞ്ഞാൽ മതി, അത്ര പറയണത് അത്രയും പരിചയമല്ലായിരിക്കും. അതെ അതെ അതെ. ഇപ്പം ഗവൺമെന്റ് ഇങ്ങനെ ആൾ മാറി വന്നാലും അതെ അതെ തീർച്ചയായിട്ടും 90% പഴയ ആൾക്കാർ തന്നെയാണ്. അതെ, അതുകൊണ്ട് വളരെയധികം കിട്ടുന്നുണ്ട്. നമ്മുടെ സമൂഹം നല്ല രീതിയിൽ പിന്തുണക്കട്ടെ. പിന്നെ ഇപ്പം പയ്യന്നൂർ ഡയറീസിൽ വന്ന വൈകി തന്നെ ഇപ്പൊ ഒരുപാട് ആള് പയ്യന്നൂർ ഡയറീസിലെ ഒരു കുറിപ്പ് കണ്ടിരുന്നു. അത് ഈ നല്ലോണം പയ്യന്നൂർ വൈറലായിട്ടുണ്ട്. പയ്യന്നൂർ പല ഭാഗത്തും വിളിച്ചിട്ടുണ്ട്. നന്നായി. അപ്പൊ അതേപോലെ ഇതും സംഭവിക്കുന്നതാണ് എന്റെ. അതെ തീർച്ചയായിട്ടും നന്നായിട്ട്. ഇതില് പിന്നെ പച്ച വിളിച്ച നമ്പർ ഇട്ടിട്ടുണ്ട് മോനാട്ടന്റെ, ആ നമ്പറിൽ വിളിക്കണം. തായ്നേരി തുളുവന്നൂർ അമ്പലത്തിന്റെ മുമ്പിൽ റേഷൻ ഷാപ്പിന് മുമ്പിലാണ് എന്റെ വീട്. അതെ, വീട്ടില് വരാം. കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ കാണാം. ഇവിടെ വരിക, അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തിന്റെ കൊടയും പെന്നും വാങ്ങിക്കുക, ഐക്യപ്പെടുക. ഇതാണ് പച്ച വെളിച്ചത്തിന് പറയാനുള്ളത്. ഈ പിന്നെ സംരംഭകനെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവണം, പ്രേക്ഷകർ തയ്യാറാവണം, നാട് തയ്യാറാവണം, സന്നദ്ധ സംഘടന തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. നല്ല കൊടയാണ്, പച്ച വെളിച്ചാണ് ഗ്യാരണ്ടി. നല്ല കൊടയാണ്, നല്ല പെന്നാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട് എന്ന രീതി തന്നെയാണ് അതിനെ കാണുന്നത്. ഇത് സ്വീകരിക്കണം, ഈ നമ്പറിൽ വിളിക്കണം. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച. നമസ്കാരം. പച്ച വെളിച്ചം.